നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന കൃതിയാണ്. പ്രത്യാശയുടെ കിരണങ്ങൾ എന്നത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കൃതിയുടെ പേരാണ്. അദ്ദേഹത്തിൻ്റെ മരുന്ന് എന്ന കൃതിയുടെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന കഥ. ഒരു ഡോക്ടർ കൂടിയായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഒരു നേർക്കാഴ്ച കൂടിയാണ് ഈ കഥ എന്ന് പറയുന്നത്. സമൂഹത്തിലെ രണ്ട് വ്യത്യസ്ത തലങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനായിട്ട് അദ്ദേഹം ഇതിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഒരു സംഭാഷണ രൂപത്തിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. അതിൽ ഒരു സെൻറ്റൻസ് നോക്കിയേ. ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും എന്നല്ലേ ചൊല്ല്. ഉണ്ടവൻ്റെയും ഉണ്ണാത്തവൻ്റെയും അവസ്ഥ ഒന്ന് തന്നെയോ? ശ്രദ്ധിച്ച് ആ ടൈറ്റിലൊന്ന് ശ്രദ്ധിച്ചേ. എന്താ പറയുന്നത്? ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും. അപ്പോൾ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സൂചന അവിടെ ഉണ്ട് അല്ലേ? ശരി, ഈ വാക്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. കഥയുടെ അവസാനം എത്തുമ്പോഴത്തേക്കും ആരാണ് ഉണ്ടവനെന്നും ആരാണ് ഉണ്ണാത്തവനെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ശരി, പ്രത്യാശയുടെ കിരണങ്ങൾ. എന്താണ് പ്രത്യാശ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? പ്രതീക്ഷ അല്ലേ? പ്രതീക്ഷ. നമ്മൾ ഓരോരുത്തരും എന്താണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഓരോരോ പ്രതീക്ഷയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. എന്താണ് അസുഖം? അധികം നീട്ടാതെ ഒറ്റ വാക്കിൽ പറഞ്ഞോളൂ. ക്ഷീണം, കലശലായ ക്ഷീണം. ഇത്രയും പറഞ്ഞ് അയാൾ ചുണ്ടുകൾ അടച്ചു പിടിച്ചു. എന്തിനാണ് ഈ കലശൽ? ക്ഷീണം മാത്രം പോരെ? ഡോക്ടർ സന്തുകുമാർ രോഗിയുടെ കൺപോളകൾ വിടർത്തുകയും നാവ് നോക്കുകയും നാടി പിടിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു. പാല് കുടിക്കാറുണ്ടോ? ഇല്ല. മുട്ട തിന്നാറുണ്ടോ? ഇല്ല. ഇറച്ചിയും മീനും തിന്നാറുണ്ടോ? ഇല്ല. സന്തുകുമാറിൻ്റെ ഭാവം മാറി. ദേഷ്യവും ഈർഷ്യയും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു. പുല്ല് തിന്നാറുണ്ടോ? ശരി, നമുക്ക് ആശയം നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള സംഭാഷണമാണ്. ഇപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താണ് അസുഖം എന്ന് ചോദിക്കുമ്പോൾ രോഗിയുടെ മറുപടി ശ്രദ്ധിച്ചേ. ക്ഷീണം, കലശലായ ക്ഷീണം. ക്ഷീണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു തളർച്ച എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ക്ഷീണമെന്നും പറയുന്നുണ്ട്, കലശലായ ക്ഷീണം എന്ന് പറയുന്നുണ്ട്. ആ രണ്ട് വാക്കുകളുടെ അർത്ഥം എന്തായിരിക്കാം? ക്ഷീണത്തിനേക്കാൾ കുറച്ചുകൂടി ഒരു കാഠിന്യം എന്തിനുണ്ട്? കലശലായ ക്ഷീണത്തിനുണ്ട്. അപ്പോൾ തീരെ വയ്യ എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ആ രോഗി ചുണ്ടുകൾ അടച്ചു പിടിച്ചു, ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ കലശൽ? ക്ഷീണം മാത്രം പോരെ? അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഈ കലശൽ എന്തിനാണ്? ക്ഷീണം എന്ന് പറഞ്ഞാലും മനസ്സിലാവുമല്ലോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്ന പോലെ കൺപോളകളൊക്കെ നോക്കുന്നുണ്ട്. നാടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞരമ്പ് പിടിച്ച് നോക്കുന്നുണ്ട്. നാവ് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് പാല് കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നു. മുട്ട തിന്നാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. ഇറച്ചിയും മീനും തിന്നാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഇല്ല എന്ന് പറയുന്നു. ആ മറുപടി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇല്ല. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് തക്കതായിട്ടൊരു കറക്റ്റായിട്ടൊരു മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ചോദിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളോടൊരു ദേഷ്യം തോന്നാം അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഡോക്ടറിൻ്റെയും ഭാവം മാറിയിട്ടുണ്ട്. സന്തുകുമാറിൻ്റെ ഭാവം മാറി ദേഷ്യവും ഈർഷ്യയും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു. എന്താണ് ഈർഷ്യ എന്ന് പറയുന്നത്? വെറുപ്പ്. അപ്പോൾ കൃത്യമായൊരു മറുപടി ലഭിക്കാത്തത് കൊണ്ട് നമ്മുടെ ഡോക്ടറിനും എന്ത് തോന്നി? ദേഷ്യം തോന്നി. അവിടെ നമ്മൾ കഥാപാത്രത്തിൻ്റെ പേര് പരിചയപ്പെടുന്നുണ്ട്. സന്തുകുമാർ എന്ന് പറയുന്നത്. ഡോക്ടറിൻ്റെ പേരാണ് സന്തുകുമാർ. ഡോക്ടറിന് ദേഷ്യം വന്നിട്ട് എന്താ ചോദിക്കുന്നത്? പുല്ല് തിന്നാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു സാധാരണ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ രോഗി പറയുന്നത് എന്താണ്? ഇല്ല എന്നാണ് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ആ ദേഷ്യം വന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നത്? പുല്ല് തിന്നാറുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അതെങ്കിലും തിന്നാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രോഗിയുടെ മറുപടി ശ്രദ്ധിക്കുക. രോഗി കണ്ണുകൾ ചിമ്മിയ ശേഷം പറഞ്ഞു, സർ, ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. ഈശ്വരഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിപായിയാണ് ഞാൻ. സർ, അച്ഛനമ്മമാരെയും ഭാര്യ മക്കളെയും പോറ്റാൻ തന്നെ ശമ്പളം തികയുന്നില്ല. രോഗിയുടെ ചുമലിൽ തട്ടി സന്തുകുമാർ അയാളെ എഴുന്നേൽപ്പിച്ചു കട്ടിലിൽ കിടത്തി. സ്നേഹത്തോടും ദയയോടും കൂടിയാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചത്. രോഗിയെ നന്നായി പരിശോധിച്ചു. അലമാര തുറന്ന് മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും അദ്ദേഹം അയാൾക്ക് കൊടുത്തു.
ചങ്ങാതി, തനിക്ക് ഒരു രോഗവുമില്ല. ഭക്ഷണത്തിൻ്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം. പതിവായി കടലയും പയറും കഴിക്കുക. തരം കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ. ഇടയ്ക്കിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം. പ്രത്യാശയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നിഴലിച്ചു. ശരി, പൊയ്ക്കോളൂ, സന്തുകുമാർ പറഞ്ഞു. പുല്ലു മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഫയലുകളും വേഗം വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ. ശരി, ഇവിടെ ഒരു ഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുമ്പോൾ രോഗി പറയുന്നുണ്ട്, പുല്ല് തിന്നാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉള്ള മറുപടി ശ്രദ്ധിച്ചേ. ഒരർത്ഥത്തിൽ പുല്ല് പോലും തിന്നാൻ വകയില്ല. അപ്പോൾ അത്രയും കഷ്ടപ്പാട്, ദാരിദ്ര്യമാണ് അയാൾക്കെന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അതിനുള്ള ഒരു മറുപടി ഒരു എക്സ്പ്ലനേഷൻ, ഒരു വാക്യം, ഒരു സെൻറ്റൻസ് കൂടി കൂട്ടി ചേർക്കുന്നുണ്ട്. എന്താണ്? ഈശ്വരഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിപ്പായിയാണ് ഞാൻ. ശിപ്പായി എന്ന് പറഞ്ഞാൽ എന്താണ്? പിയൂൺ അല്ലേ? ഓഫീസുകളിൽ ഫയലൊക്കെ കൊണ്ട് കൊടുക്കുന്ന, ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന പിയൂണിനെയാണ് ശിപ്പായി എന്ന് പറയുന്നത്. അപ്പോൾ കൈക്കൂലി ഒന്നും വാങ്ങാത്ത ഒരു പാവപ്പെട്ട ഒരു ഈശ്വരഭക്തനായ ഒരു ശിപായിയാണ് ഞാൻ. അപ്പോൾ എന്താണ്, എൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും പോറ്റാനായിട്ട് എൻ്റെ ശമ്പളം തികയുന്നില്ല. അപ്പോൾ ഒരു കൈക്കൂലി വാങ്ങാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അങ്ങനെ ഒരു ആർഭാട ജീവിതം നയിക്കാനൊന്നും പറ്റില്ല. ഉള്ളതുകൊണ്ട്, അത്യാവശ്യമുള്ളത് കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഡോക്ടറിന് രോഗിയോട് ഒരു അലിവ് തോന്നി. ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, സന്തുകുമാറിൻ്റെ ചുമലിൽ തട്ടിയിട്ട് എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ കിടത്തി സ്നേഹത്തോടെയും ദയോടും കൂടിയാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചത്. ആദ്യം ആ മറുപടി കേട്ടപ്പോൾ അയാൾക്കൊരു ദേഷ്യം തോന്നി ഡോക്ടറിന്, അല്ലേ? പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃത്യമായൊരു വിവരണം കൂടി കേട്ടപ്പോൾ എന്താണ്, രോഗിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മുടെ ഡോക്ടറിന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, നന്നായി രോഗിയെ പരിശോധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അലമാര തുറന്ന് മുന്തിയ ടോണിക്ക് മീൻസ് എന്താണ്, നല്ല വില കൂടിയ ടോണിക്കും അതായത് സിറപ്പുകളും ബിസ്ക്കറ്റ് മീൻസ് നമുക്ക് വന്ന് ഫൈബർ റിച്ച് ആയിട്ടുള്ള ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള ബിസ്ക്കറ്റൊക്കെ കൊടുത്തതിന് ശേഷം എന്ത് പറഞ്ഞു, ചങ്ങാതി എന്നാൽ എന്താണ്, സുഹൃത്തേ, തനിക്കൊരു രോഗവുമില്ല. ഭക്ഷണത്തിൻ്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം. പതിവായി കടലയും പയറും കഴിക്കുക. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക. കൃത്യമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ക്ഷീണം വന്നതെന്നും കൂടി പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു, തരം കിട്ടുമ്പോൾ മത്സ്യവും മാംസങ്ങളും കൂടി കഴിച്ചോളൂ. അപ്പോൾ നമ്മുടെ രോഗി പറഞ്ഞു അയാൾ ഒരു ദരിദ്രനാണ്, അല്ലേ? അപ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള വിലയിൽ കിട്ടുന്ന കാര്യങ്ങളാണ്, അല്ലേ? പയറും ഇതൊക്കെ, കടലയൊക്കെ. അപ്പോൾ തരം കിട്ടുമ്പോൾ അത്യാവശ്യം എന്താണ്, മത്സ്യം, മീനും മാംസം, ചിക്കൻ, മീറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ഇടയ്ക്ക് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ഇടയ്ക്കിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം. അപ്പോൾ ഇത്തരം മരുന്നുകൾ കൊണ്ട് എന്താണ്, ഒരു പരിധി വരെ എന്താണ്, നമുക്ക് എല്ലാ ഫുഡിലും എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കില്ല, അല്ലേ? അപ്പോൾ ഒരു പരിധി വരെയൊക്കെ ഇത്തരം ടോണിക്കുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം പോഷകങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എത്തിക്കാൻ സാധിക്കും. അതാണ് ഈ ടോണിക്കിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ അത്യാവശ്യം ചില മരുന്നുകളൊക്കെ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, പ്രത്യാശയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നിഴലിച്ചു. ഇവിടെയാണ് ആ വാക്കിൻ്റെ പ്രസക്തി വരുന്നത്. ദരിദ്രനായിട്ടുള്ള രോഗി ഡോക്ടറിനെ സമീപിച്ചപ്പോൾ അയാളുടെ മനസ്സിൽ ഒരുപാട് ആധി ഉണ്ടായിരുന്നിരിക്കാം. അയാൾക്ക് എന്തെങ്കിലും വലിയ അസുഖമുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ കൂടിയ ചികിത്സയ്ക്ക്, അല്ലെങ്കിൽ രക്തപരിശോധന മുതലായ കാര്യങ്ങളെ ഡോക്ടർ പറഞ്ഞാൽ അയാളുടെ കയ്യിൽ അത്രയും ഒരു പണം ഉണ്ടായിരിക്കില്ല, അല്ലേ? അതുകൊണ്ടാണ് എന്താണ്, വിശപ്പിൻ്റെ ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ, ഭക്ഷണം കഴിച്ചാൽ അത് മാറും എന്ന് കരുതിയിട്ട് ഡോക്ടറിൻ്റെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും, പിന്നെന്താണ്, അദ്ദേഹം ഈ കൊടുത്ത മരുന്നുകളുടെ ഇതൊക്കെ കണ്ടപ്പോൾ രോഗിക്കും എന്താണ്, ഒരു പ്രതീക്ഷയുണ്ടായി. എൻ്റെ അസുഖവും മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായി. ഡോക്ടർ പറയുന്നുണ്ട് ശരി പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്, പുല്ല് മാത്രം തിന്ന് നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഫയലുകളും വേഗം വേഗം എത്തിച്ചു കൊടുക്കണം. അവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, എല്ലാ ഫയലുകളും വേഗം വേഗം എത്തിച്ചു കൊടുക്കണം. എല്ലാ ഫയലും എത്തിച്ചു കൊടുക്കണം എന്നുള്ളതിനേക്കാളും വേഗം വേഗം എത്തിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചുകൂടി ഒരു ആക്റ്റീവ് ആകണം കുറച്ചുകൂടി ഒരു ഉന്മേഷവാനായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളൊരു സൂചന കൂടി അവിടെ നൽകുന്നുണ്ട്, അല്ലേ? ഇതാണ് കഥയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്.